ന്യൂസിൽ വന്ന ചാനലുകൾ വരുന്ന ന്യൂസുകളെല്ലാം എത്രമാത്രം വിശ്വാസയോഗ്യമാണ്, അത് സത്യം പുറത്തിറങ്ങിയാൽ പിന്നെ അവർ പോയി തിരുത്താൻ ശ്രമിക്കുക, എന്താ പറയാനുള്ളത്? വിശ്വാസയോഗ്യമാണെന്ന് അറിയാൻ വേണ്ടിട്ട് നമ്മളതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കാനൊന്നും പോകുന്നില്ലല്ലോ. അവർ പറയുന്നത് നമുക്ക് വിശ്വസിക്കാന്നല്ലേ ഉള്ളൂ. അത് കൂടുതൽ അന്വേഷിച്ചാൽ നമുക്ക് സമയമില്ല. അപ്പൊ പിന്നെ നമുക്ക് കേൾക്കുന്നത് ഓക്കെ, ഇങ്ങനെ ഒരു അറിവുണ്ടെന്ന് മനസ്സിലാക്കുക, അല്ലാതെ ഇതിന്റെ എന്താ സത്യം എന്തോരുണ്ടെന്നൊന്നും അറിയാനൊന്നും പറ്റില്ല. അത് 100% ഒരിക്കലും വിശ്വസിക്കാൻ പറ്റൂല. പിന്നെ അവരവരുടെ പ്രൊമോഷന് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് യൂസ് ചെയ്യും. മാക്സിമം എല്ലാവരും പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന തലക്കെട്ട് യൂസ് ചെയ്തിട്ട് പോലെ അങ്ങനത്തെ കാര്യങ്ങൾ ഫേക്ക് ഒരുപാട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേമാതിരി ഒരുപാട് സത്യങ്ങളുണ്ട്, ജെന്യൂനായ കാര്യങ്ങളും പുറത്തു വിടുന്നുണ്ട്. എന്തായാലും ഒന്നും 100% ഒന്നും ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. രാഷ്ട്രീയക്കാരുടെ പിന്തുണയോട് കൂടിയുള്ള അഭിപ്രായവും വരുള്ളൂ. രാഷ്ട്രീയക്കാരുടെ പിന്തുണ അതിലുണ്ടാവും. ഇത് എത്രമാത്രം സത്യമുണ്ടെന്ന് ഞാൻ തോന്നുന്നുണ്ട്. സത്യമായി രാഷ്ട്രീയക്കാരുടെ പിന്തുണ പോലെ ഇരിക്കും. പിന്നെ ജനുവൻ അത് സത്യമല്ല എന്നറിഞ്ഞു കഴിയുമ്പോൾ അവരത് തിരുത്താൻ ശ്രമിക്കാറില്ല, തിരുത്താനൊന്നും ശ്രമിക്കാറുണ്ട്. അപ്പൊ ഒരുപാട് വിശ്വസിക്കേണ്ടതാണ് പറയാനുള്ളത്. ജനങ്ങളോട് എന്താ പറയാനുള്ളത്? ജനങ്ങളോട് പറയുന്നത് ഈ രാഷ്ട്രീയ വൈരാഗ്യം മൂലം വല്ലതും പറയുന്നത് വലിയ കാര്യമാക്കേണ്ട കാര്യമില്ല. അത് പലതും പറയും, അത് സത്യമല്ല എന്നാണ് ഞാൻ കരുതുന്നത്. അത് ഓരോ വാർത്തകള് ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. ചിലപ്പോൾ സത്യമായിരിക്കാം, ചിലപ്പോൾ കള്ളമുള്ള വാർത്തകൾ ഇപ്പോൾ വരുന്നുണ്ട്. ഓൺലൈനൊക്കെ ആകുമ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം സത്യമാവണമെന്നൊന്നുമില്ലല്ലോ. ക്രെഡിബിലിറ്റി ഇപ്പോൾ ഒരു കുറവാണ് വാർത്തകൾ വരുന്നത്. സാറ്റലൈറ്റും എല്ലാ കാര്യങ്ങളും അവർ ഭയങ്കര ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് സംഭവിക്കുന്നത്. എനിക്ക് തോന്നുന്നത് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അവര് ക്രെഡിബിലിറ്റി പലപ്പോഴും ചെക്ക് ചെയ്യാണ്ട് പറ്റുന്ന അബദ്ധമാണ് സാറ്റലൈറ്റ്സ് എന്ന് തോന്നുന്നു. അങ്ങനെ കുറെ പേർക്ക് പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അത് ക്രെഡിബിലിറ്റി ചെക്ക് ചെയ്യാന്നുള്ളതാണ് ഇതിനൊരു സൊല്യൂഷൻ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. ജനങ്ങളോട് എന്താ പറയാനുള്ളത്? അത് നിങ്ങളും ഫാക്ട് ചെക്ക് ചെയ്തിട്ട് വിശ്വസിക്കുക. ആരെയും എന്താ പറയാ, ഒരു ന്യൂസ് കേട്ട ഉടനെ അടിച്ചാക്ഷേപിക്കാൻ നിൽക്കരുത്. സത്യമാണോ ഇല്ലെന്ന് അറിഞ്ഞിട്ട് അതിനനുസരിച്ചിട്ട് പെരുമാറാന്നാണ്. ക്വസ്റ്റ്യൻ എന്താണ്? മാധ്യമങ്ങളിൽ ഒരുപാട് ന്യൂസുകൾ വരുന്നുണ്ട്. ആ ന്യൂസുകൾ എത്രമാത്രം നമുക്ക് വിശ്വസിക്കാൻ പറ്റും, അതാണ് ക്വസ്റ്റ്യൻ. അല്ല, ഇപ്പൊ നമ്മളിപ്പോ സാധാരണക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാർത്തകൾ കാണുമ്പോൾ അത് സത്യമാണ് എന്തായാലും സ്വാഭാവികമായിട്ട് വിശ്വസിച്ചു. ഇപ്പൊ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്ത ഒരു പ്രായ ആൾക്കാരൊക്കെ സാറ്റലൈറ്റിൽ ന്യൂസ് വരുന്നത് നമ്മൾ എന്തായാലും, ഇപ്പൊ ഒരാൾ മരിച്ചു എന്ന് പറയാൻ നമ്മള് മരിച്ചു, ആ സാധനം എടുത്ത് നമ്മൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഷെയർ, ഇപ്പൊ ഫാമിലി ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാവല്ലോ, അതിലേക്ക് ഷെയർ ചെയ്യും. എന്നിട്ട് അവര് പറയുമ്പോഴായിരിക്കും വിചാരിക്കുന്നത് ഇത് ഫേക്ക് ന്യൂസ് ആണെന്ന് പറയുമ്പോഴായിരിക്കും ഇവര് ചിന്തിക്കുന്നത് ഇത് ഫേക്ക് ആണല്ലോ എന്നുള്ളത്. നമുക്ക് ഒരു വാർത്ത അല്ലെങ്കിൽ ഇപ്പൊ ഞാനൊരു മീഡിയ പ്രവർത്തനമാണ്. ഇപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല സത്യമാണോ അല്ലെങ്കിൽ ആ ന്യൂസിന്റെ ക്രെഡിറ്റ് നമ്മൾ അവിടെ പോയി അന്വേഷിക്കണം. ഇപ്പൊ വേറെ സ്ഥലത്ത് നടന്ന സംഭവമാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയി നോക്കിയാൽ മാത്രമാണ് സത്യമാണോ അല്ലയോ എന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മളിപ്പോ സോഷ്യൽ മീഡിയ കാണുന്നത് എല്ലാം വിശ്വസിക്കുക, അല്ലെങ്കിൽ അത് നമ്മൾ ജസ്റ്റ് കണ്ട് ഇഗ്നോർ ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇപ്പൊ സത്യമാണോ ഇത് നമ്മൾ ഷെയർ ചെയ്യാതിരുന്നാൽ നമ്മൾ നമ്മൾ ജസ്റ്റ് ഇഗ്നോർ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ന്യൂസിന്റെ ക്രെഡിബിലിറ്റി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ന്യൂസ് സത്യമല്ല. ഏഷ്യാനെറ്റ്, പിന്നെ മനോരമ, പിന്നെ ഇതൊക്കെ തന്നെയാണ് സ്ഥിരമായിട്ട് കാണുന്ന. 24-ഉം റിപ്പോർട്ടറും അത്ര പോരാ, അത് വിശ്വാസയോഗ്യമല്ല. അത്ര വിശ്വാസയോഗ്യമല്ല. അത് വന്ന ഫേക്ക് വാർത്തകൾ വരാറുണ്ട്. അതെല്ലേ? ഏത് ചാനലിന്റെ ഓൺലൈൻ മീഡിയ ആണ്, മീഡിയാണ്, വിശ്വാസയോഗ്യമല്ല. അപ്പൊ ഈ പറയുന്ന വിശ്വാസയോഗ്യം എല്ലാം ഇല്ലാഴികയില്ല, ചില വാർത്തകൾ നമ്മൾ പല അനുഭവങ്ങളുണ്ട്. അതുകൊണ്ടാണ് മീഡിയ ഒന്നും അത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ അത് പോട്ടെ, മതത്തെ ബേസ് ചെയ്തുള്ള അതങ്ങനെ വരുവുള്ളൂ എന്തായാലും. മറ്റുള്ളതൊന്നും പിന്നെ ഉള്ളത് പിന്നെ മാതൃഭൂമിയും വലിയ കുഴപ്പമില്ല. മാതൃഭൂമി എന്നാൽ വലിയ ഇതില്ലാതെ വാർത്തകൾ കാണിക്കുന്നുണ്ട്. പിന്നെ ന്യൂസ് 18-നും പിന്നെ ചില ലക്ഷ്യങ്ങൾ വെച്ചിട്ടാണ്, കൃത്യമായിട്ടുള്ള ഒരു ഇതൊന്നുമല്ല എന്റെ അഭിപ്രായത്തിൽ. ഓക്കെ, ജനങ്ങളോട് ഇതിൽ പറയാനുണ്ടോ? പറയാനുള്ള വാർത്തകളെല്ലാം കാണുക, വിശകലനം ചെയ്യുക. അപ്പൊ അവർക്ക് തന്നെ മനസ്സിലാവുക ഏത് എത്രത്തോളം സ്യൂട്ടബിൾ ആണ്, എത്രത്തോളം നല്ല ഗുണകരമായിരിക്കും എന്നുള്ളത്. ചില വാർത്തകൾ കൊടുത്തിട്ട് ഇപ്പൊ സത്യം തെളിഞ്ഞാൽ പോലും ഇവരത് ഞങ്ങൾ തെറ്റുപറ്റിപ്പോയി എന്നൊരു പറയാറില്ല ആരും. അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? സത്യമായിട്ട് ഒരു ഫേക്ക് ന്യൂസ് കൊടുത്ത് അത് ശരിയായില്ല, അത് പിന്നെ സത്യമാണെന്ന് ഇവര് പുറത്ത് തെറ്റാണെന്ന് അറിഞ്ഞു, അപ്പോൾ അതിനുശേഷം ഇവർ തിരുത്താനൊന്നും നിൽക്കാറില്ല. അതില്ല, അത് ശരിയല്ല.
തെറ്റായ വിവരം ഇവർക്ക് കിട്ടുന്ന സോഴ്സ് അനുസരിച്ചായിരിക്കും തെറ്റാ, പക്ഷെ അത് തിരുത്തണം. അതെ, അത് തിരുത്തണം, തിരുത്തി പറയണം. അത് ചില യൂട്യൂബർമാരും അങ്ങനെ ചെയ്യാറുണ്ട്. അത് തിരുത്തണം, തെറ്റായ വാർത്ത കിട്ടിയിട്ടുണ്ട്. ഓക്കേടാ, താങ്ക് യു. സത്യമായിരിക്കും അല്ല, മൊത്തം കള്ളൊന്നാവൂല, എന്നാലും എന്തെങ്കിലുമൊക്കെ ഒരു തിരിമറിയൊക്കെ ഉണ്ടാവും. മാധ്യമങ്ങൾ പുറത്തുവിടുന്ന ന്യൂസിനെ കുറിച്ച് എത്രമാത്രം വിശ്വാസയോഗ്യമാണ് എന്നാണ് ചോദിക്കുന്നത്. മുഴുവൻ കള്ളമൊന്നുമല്ല, സത്യം ഉണ്ടാവും. എന്നാൽ അവരുടേതായ രീതിക്ക് അവർ കുറെ എരിപിരിയൊക്കെ കയറ്റും. ആൾക്കാരെ വിശ്വസിക്കാനായിട്ട് കുറെ എരിച്ച് കയറ്റും. പക്ഷെ നമ്മള് ഓരോ ന്യൂസ് അന്വേഷിച്ച് ചെയ്യുമ്പോഴേക്കും അത്രയൊന്നും ഉണ്ടാവൂല. അപ്പൊ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റൂല. താങ്ക് യു. മാധ്യമങ്ങളെ കുറിച്ച് പറയാമോ? ഇപ്പോഴത്തെ മാധ്യമങ്ങളെ പറ്റി പറഞ്ഞാല് അവര് കൊടുക്കുന്ന വാർത്തകളൊന്നും നമുക്ക് അങ്ങനെ അത്രത്തോളം വിശ്വസിക്കാൻ പറ്റുന്നതല്ല. ഒന്നാമത് തന്നെ ഇപ്പൊ പല വിഷയങ്ങളും ഈ മാധ്യമങ്ങൾ പുറത്തു വിടുന്നത് കൊണ്ട് അത് വിശ്വസിച്ചിട്ട് അതിന് ആ സാധനം ഉൾക്കൊണ്ടുകൊണ്ട് നിലപാടുകൾ പറയുന്ന ഒരുപാട് ജനങ്ങളുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അപ്പൊ മാധ്യമങ്ങളൊന്നും കൂടി അവരുടെ എത്തിക്സ് നിലനിർത്തിക്കൊണ്ട് മാധ്യമ പ്രവർത്തനം നടത്തണമെന്നാണ് പറയാനുള്ളത്. പല ആളുകൾക്കും പല ന്യൂസുകൾ കിട്ടിട്ട് അവര് പിന്നെ അവർക്ക് എന്ത് സംഭവിച്ചു നോക്കാറില്ല. ഇല്ല, ഇവര് കൊടുക്കണമൊന്നും അത് തെറ്റാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാല് ഈ ഞങ്ങൾ ഇട്ട ന്യൂസ് തെറ്റായിരുന്നു എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് പൊതുജനങ്ങളോട് ഇവർ പറയുന്നില്ല. ഇപ്പോ ഈ സർക്കാരിന്റെ ഇപ്പൊ ഞാനൊരു ഇടത് സർക്കാർ അനുഭാവിയാണ്. അപ്പൊ ഇപ്പൊ പല വാർത്തകളും ഇവരിപ്പോ പുറത്തുവിടുന്നത് ഈ സർക്കാരിനെതിരായിട്ടും ഇപ്പോ മുഖ്യമന്ത്രിക്കെതിരായിട്ടും മകൾക്കെതിരായിട്ടും ഈ സ്വർണ്ണക്കടത്ത് പോലത്തുള്ള കേസുകളെല്ലാം ഇവർ വിടുന്നത്. പക്ഷെ ഇതിനൊന്നും ഒരു തെളിവില്ലാന്ന് അറിഞ്ഞുകൊണ്ടും പിന്നെ ഇവരതൊന്ന് തിരുത്തി പറയുകയോ അല്ലെങ്കിൽ അന്ന് ഈ വിചാരണ ചെയ്തതെല്ലാം ഞങ്ങളുടെ ഭാഗത്തൊരു തെറ്റുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവര് മാറ്റി പറയുകയോ ചെയ്യുന്നില്ല. ഇവര് വീണ്ടും അടുത്ത ന്യൂസ് കിട്ടുമ്പോൾ അതിന്റെ ഒപ്പം കൂടി മറ്റേതോ സിനിമയിൽ പറഞ്ഞ പോലെ ഒരു എല്ലിന്റെ ഒരു വശമാണ് മാധ്യമം, ഒരു വശമാണ് രാഷ്ട്രീയം എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോഴത്തെ മാധ്യമങ്ങൾ. വിശ്വാസയോഗ്യമല്ല. താങ്ക് യു. ഒരുവിധം വിശ്വസിക്കാനൊക്കെ പറ്റും. അതേ ഉള്ളൊരിത്. പിന്നെ ഇപ്പൊ പത്രമൊന്നും വരുത്തിക്കാത്തോണ്ട് ഇപ്പൊ മാധ്യമങ്ങളുടെ ഇത് മാത്രമേ ഉള്ളൂ ഇപ്പൊ നോക്കണത്. ഞാൻ ബാക്കി വാർത്ത കാണാത്തോണ്ടൊന്നും അറിയില്ല. ശരിയാണോ അവര് പുറത്തുവിടുന്ന കാര്യങ്ങൾ? ഇത് സംഭവത്തിന് ശേഷം അവർക്ക് എന്ത് പറ്റിയെന്നോ അത് സത്യമെന്നോ തിരിച്ചു പറയുകയൊന്നും അതൊന്നും ചെയ്യാറില്ല. ചില ഇത് അങ്ങനെ, ചില ഇത് പറയത്തൂല, ചില ഇത് നന്നായിട്ട് പറയുകയും ചെയ്യും. വിശ്വാസയോഗ്യമാണോ അല്ലയോ, എത്രമാത്രം വിശ്വസിക്കാം? അതിപ്പോ കറക്റ്റായിട്ട് അറിയില്ല, വിശ്വസിക്കാൻ പറ്റും. എനിക്ക് വലിയ ഇതൊന്നുമില്ല. ഇപ്പോ എന്താ പറയാ, നല്ലത് വരാറുണ്ട്, ചത്യം വരാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മള് ആലോചിക്കുക, അത് അവര് പറയുന്നത് ശരിയാണോ അല്ലയോ എന്നുള്ളത് ആലോചിക്കുക. എന്നിട്ട് ആലോചിച്ചതിന് ശേഷം അത് പ്രോപ്പറായിട്ട് അവർ ചെയ്തത് എങ്ങനെയാണെന്ന് കൂടെ ആലോചിച്ചതിന് ശേഷം മറ്റുള്ളവരോട് അറിഞ്ഞ് അത് അവർ പറയുന്നത് ശരിയാണോ എന്ന്. ഇപ്പോഴും ഇതെല്ലാം കഴിഞ്ഞ് ന്യൂസുകൾ വന്നു കഴിഞ്ഞിട്ട് ഒട്ടുമിക്കവരും അത് സത്യമായിരിക്കില്ല. അത് എത്രമാത്രം ശരിയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എത്രമാത്രം ശരിയാണെന്ന് ചോദിച്ചപ്പോൾ ഇപ്പോൾ ബ്രോ ആയാലും ഒരു വീഡിയോ ഇടുന്നു. അപ്പോൾ ബ്രോ വീഡിയോ ഇടുന്ന സമയത്ത് ബാക്കിയുള്ളവർ കാണുന്ന സമയത്ത് എന്താ വിചാരിക്കുക, ബ്രോ ഇടുന്നത് കാരണം ഞാൻ കാണുന്നു, അപ്പോൾ അത് ഞാൻ വിശ്വസിക്കുന്നു അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ മറ്റുള്ളവർ ഇടുന്ന സമയത്ത് അത് ഇടുന്ന കാര്യത്തിൽ വാല്യൂ ഉണ്ടെങ്കിൽ മാത്രമല്ല നമുക്കത് നോക്കിയാൽ പോരെ അല്ലേ. വാല്യൂ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ അതിനെ ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല. മാധ്യമങ്ങൾ വരുന്ന ന്യൂസ് എത്രമാത്രം വിശ്വാസയോഗ്യമാണെന്നാണ് ചോദ്യം. മാധ്യമത്തിന് എനിക്ക് ഒട്ടും വിശ്വാസമില്ല. കള്ള ഇതായിട്ടുള്ള എല്ലാം അടിച്ചിറക്കണവരാണ്. എനിക്കന്ന് ഒട്ടും വിശ്വാസമില്ല. കണ്ട ആൾക്കാരുടെ ഇടയ്ക്ക്, മനുഷ്യന്മാരുടെ ഇടയ്ക്ക് ചെന്ന് കണ്ടന്റ് ഉണ്ടാക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഉള്ളത്. അന്ന് എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഞാൻ ആ മാതിരി ഒന്നും കാണാറുമില്ല, ഒന്നുമില്ല. ഞാന് ചിലതൊക്കെ കാണാറുണ്ട്. പിന്നെ നമുക്ക് അറിയാവുന്നതൊക്കെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. ഇപ്പൊ നമ്മൾ കൂടുതൽ ഇവള് പറഞ്ഞായിട്ട് കാര്യമുണ്ട്. ഇപ്പം ചിലവരൊക്കെ എന്ന് പറയുമ്പോൾ ഓരോരുത്തർ അടുത്ത് വിട്ട് ആവശ്യമില്ലാത്ത കണ്ടന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ ആവശ്യം കൂടുതൽ മാധ്യമങ്ങൾ ഇപ്പൊ വിശ്വാസയോഗ്യമല്ലാതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതെ അതെ അതെ. ആൾക്കാരുടെ പേഴ്സണൽ കാര്യത്തിലേക്ക് ഇടിച്ചു കയറി ചെല്ലുന്ന ആൾക്കാരെ ഇപ്പൊ കൂടുതലും അതിൽ കയറി കണ്ടന്റ് ഉണ്ടാക്കും. ഇപ്പൊ അതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല ആൾക്കാരോട്. ഓക്കെ.